ഓക്കെ. അപ്പം വെരി ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഒരു നല്ലൊരു ഈവനിങ് നേരെയാണ്. കാരണം ഈവനിങ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉള്ള കുട്ടികളും പുറത്തുള്ള കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ വെരി ഗുഡ് ഈവനിങ് ആൻഡ് വാം വെൽക്കം ടു ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും ഒന്നും കൂടെ വെൽക്കം ചെയ്യാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം സാറ് നിങ്ങളോട് ജസ്റ്റ് ഇൻഫോം ചെയ്തു. സിജിയുടെ കാര്യങ്ങളും ഈ ഓൺലൈൻ പ്രോഗ്രാമുകൾ ഉള്ളതും എല്ലാ കാര്യങ്ങളും അപ്പൊ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. പ്രോഗ്രാംസ് ഒക്കെ മിസ് ചെയ്യാതെ 1 by 1 ആയിട്ട് കാണുമ്പോഴാണ് നമുക്കതൊരു കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഡ്രീം പ്ലാൻ അച്ചീവ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു തീമായിട്ട് വന്നത്. കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഞാൻ ഇന്ന് തന്നെ തുടങ്ങി എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷെ ഇന്ന് വന്ന ഒരു കുറച്ച് കുട്ടികൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, മാം വെക്കേഷൻ ആണ്, ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, വെക്കേഷൻ അടിച്ചു പൊളിക്കണം, എൻജോയ് ചെയ്യണം എന്നൊക്കെ, പക്ഷെ ഒന്നിനും പറ്റുന്നില്ല. ഞാൻ എന്ത് പറ്റി? അമ്മ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് കോഴ്സുകളും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ അതൊക്കെ തന്നെ ആണോ എനിക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ അതെനിക്ക് പറ്റുമോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വന്നിട്ട് ഒന്നും ഈ വെക്കേഷൻ ആകെ കൊളാവാന്നാ തോന്നുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഇത് മാർഗം മാം കാണിച്ചു തരണം. എങ്ങനെയാണ് എനിക്ക് പറ്റിയതൊന്ന് നോക്കുക, എനിക്കതിൽ നിന്ന് ഏത് പറ്റുമെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും, എന്താ ചെയ്യണ്ടേ? കോഴ്സുകൾ, ട്രെൻഡ്, സ്കോപ്പ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉള്ളത് അവര് പറയുന്നുണ്ട്, ഇവര് പറയുന്നുണ്ട് എന്നൊക്കെ. അപ്പം എന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്ന ഈ 100ഓളം നിങ്ങളിൽ എല്ലാവർക്കും ഉള്ള ഒരു സെയിം കൺഫ്യൂഷൻ തന്നെയാണ് ഇതിലെ. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റൂല, ആകെ ടെൻഷൻ, ആകെ കൺഫ്യൂഷൻ. പാരന്റ്സ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോ, ഒരു ചിന്തയില്ല, നിനക്കൊന്നും നോക്കണ്ട, ഒന്നും ആക്കണ്ട എന്നൊക്കെ, അത് അവര് പറയാണ്. പക്ഷെ ഉള്ളില് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു എന്താ പറയാ ഫീലിംഗ് ഒക്കെ ഞങ്ങളെ പോലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നിങ്ങൾ അത്രയും അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം അൾട്ടിമേറ്റ് ബെനിഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും എൻട്രൻസുകളെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിൽ നിന്നും അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇന്ന് ഫസ്റ്റ് തന്നെ ആദ്യത്തെ ദിവസം ഈ സെഷൻ വെച്ചത്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെഷനുകളിലേക്ക് പിന്നെ കോഴ്സുകളെ കുറിച്ചും ഓരോ ഏരിയകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പ്ലാനിങ്, കരിയർ പ്ലാനിങ് എന്ന് പറയും. എന്താണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മനസ്സിൽ കരിയർ പ്ലാനിങ് എന്നല്ല, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെയും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് പറഞ്ഞുതരോ, എന്തിനാണ് നമ്മൾ ഈ പ്ലാനിങ് എന്ന് പറയുന്നത്? ആ ഇതെന്താണ്? ഒന്ന് ജസ്റ്റ് ആരെയും പറയോ? ഹലോ, ഒരു ഹായ് പറയൂ. നിങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല എന്നെങ്കിലും അറിയട്ടെ. പറയൂ, എന്താണ് വാട്ട് ടു ഡു നെക്സ്റ്റ്? വാട്ട് ടു ഡു നെക്സ്റ്റ്, അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യൽ പ്ലാനിങ് എന്ന് പറയാം. വെരി ഗുഡ്. വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. നൗ ടു വേർ, അല്ലെ? നമ്മൾ ഇപ്പം നിൽക്കുന്നിടത്തു നിന്നും നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ബ്രിഡ്ജിനെയാണ് നമുക്ക് പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ് അപ്പൊ അതൊന്നും കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കാര്യം നമ്മൾ കൃത്യതയോടെ, വ്യക്തതയോടെ, കാര്യക്ഷമതയോടെ, അല്ലെങ്കിൽ ഫലപ്രദമായി ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആസൂത്രണം, നമ്മൾ ചെയ്യുന്ന മുന്നൊരുക്കം, നമ്മൾ ചെയ്യുന്ന ഒരുക്കങ്ങൾ, നമ്മൾ അതിലേക്ക് വേണ്ടി എത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഗ്രൗണ്ട് വർക്കുകൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ മുന്നൊരുക്കങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ കരിയർ പ്ലാൻ ചെയ്യുക, പ്ലാനിങ് വേണം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ, ചില കുട്ടികൾ ഇപ്പം പറയും, ന്യൂ ജെൻ പറയും, അതൊക്കെ പഴയ കാലത്തെ കാര്യങ്ങളല്ലേ മാഡം, അത് എന്താണ് ടീച്ചറെ, അതൊക്കെ തന്തവൈബാണ്, തള്ളവൈബാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഇത് തള്ളുന്ന ആളുകളുണ്ട്. പക്ഷെ അത് എത്രത്തോളം അത് ഇപ്പോഴും ഏത് കാലത്തും കരിയർ, നമ്മളൊരു കുട്ടി കരിയറിൽ ഫ്യൂച്ചർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ട് എന്ന് പറയുമ്പോൾ, നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര പ്ലാൻ ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാലം, അല്ലെങ്കിൽ തള്ളവൈബാണ്, തന്തവൈബാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു കസിന്റെ കല്യാണം, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ടൂറ്,
അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ, ഇതൊക്കെ എന്താണ്, ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു 2 ഡേ കൊണ്ട് നമുക്ക് തീരുന്ന കാര്യമാണ്. ഇതിന് പോലും നിങ്ങൾ ഓരോരുത്തരും ഒരു ആഴ്ച, ഒരു മാസം മുന്നേ, 2 മാസം മുമ്പേ, ഇപ്പൊ കല്യാണങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 6 മാസം മുമ്പേ ഒക്കെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങും അല്ലെ. ഇന്ന ഫുഡ്, ഇന്ന ഡ്രസ്സ്, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ, ഇന്ന ഫങ്ഷൻസുകൾ, അതിൽ തന്നെ നമ്മുടെ ഓരോ ഐറ്റംസോ അതല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും പെർഫോമൻസോ വേണമെങ്കിൽ അങ്ങനെ, അത് ചെറിയ കുട്ടികളുടെ വേറെ, വലിയ കുട്ടികളുടെ വേറെ, അങ്ങനെ ഒരു ടൂർ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾക്ക് പോവേണ്ട, എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷൻസ്, അവിടെ നമ്മൾ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ താമസം, ട്രാവൽ, ഫുഡ്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും. അതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പാളിയാൽ അതാകെ കൊളാവുന്ന ഒരു സംഭവം. അപ്പൊ അങ്ങനത്തെ ചെറിയ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്ലാനിങ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്, ഏത് കാലത്തും നമ്മൾ ചെയ്യും. അപ്പം നമ്മളുടെ ലൈഫിനെ മൊത്തം ബാധിക്കുന്ന, നിങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ലൈഫ് വരികയും നമ്മുടെ ഫ്യൂച്ചർ വരികയും നമ്മളുടെ ഒരു ഇതിനെ തന്നെ, ഡെവലപ്മെന്റിനെ തന്നെ ബാധിക്കുന്ന, നമ്മുടെ ഫാമിലിയും നമ്മളും ഉൾക്കൊള്ളുന്ന ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്ലാനിങ്. വേണോ വേണ്ട എന്നുള്ളത്, ഇനി പഴയഞ്ചനായോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ അതാണ് വാട്ട് പ്ലാനിങ് എന്നുള്ളത്. ഇനി വൈ, എന്തിനാണ്, എന്തുകൊണ്ടാണ് ഈ പ്ലാൻ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് എന്നുള്ളതിന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളോട് ഇപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നില്ല, നമ്മുടെ മുന്നിലുള്ള സമയം വളരെ കുറച്ച് സമയം ആണല്ലോ, ഒരു 1 അവർ, 1.25, ഒരു 1-1.5 മണിക്കൂർ സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കുന്നില്ല. അപ്പൊ വൈ, എന്തിനാണ് എന്നുള്ളതിനുള്ള ഒരു ആൻസർ എന്തായിരിക്കുന്നത് ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. നമ്മളുടെ സമയം വിലപ്പെട്ട സമയം എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഇത് വിലപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞു പോയാൽ, മിസ്സായാൽ ആ സെക്കൻഡ് പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ നമ്മുടെ സമയം, നമ്മളുടെ എനർജി, നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ പണം, അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്, ഹെൽത്ത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇതിനെയെല്ലാം ബാധിച്ചുകൊണ്ടാണ് പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വരിക. നമ്മൾ കുറച്ച് സമയം നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും പ്ലാനിങ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതല്ല എൻ്റെ വഴി, അല്ലെങ്കിൽ ഇവിടെ അല്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്നും വേറൊരു ഏരിയകൾ വേണം പോവാൻ എനിക്ക്, അല്ലെങ്കിൽ എൻറ്റയർലി ഞാൻ തെറ്റിപ്പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായി വരുമ്പോഴേക്കും 1-2 വർഷം കഴിയും. അപ്പൊ നമ്മുടെ ആ സമയം മിസ്സാവാതിരിക്കാൻ, അതിനുവേണ്ടി നമ്മളെടുത്ത എനർജിയും എഫർട്ടും മിസ്സാവാതിരിക്കാൻ, അതിനുവേണ്ടി നമ്മളെടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ച പൈസ പോവാതിരിക്കാൻ, മിസ് ചെയ്യാതിരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും നമുക്ക് കരിയർ പ്ലാൻ ചെയ്യണം നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, നമ്മൾ പ്ലാൻ ചെയ്യണോ വേണ്ടേ, അത് പഴഞ്ചനാണോ അല്ലെങ്കിൽ പുതിയത് കാലത്തും ഇതൊക്കെ വേണ്ട എന്നാണോ, അല്ലെങ്കിൽ ഇതിങ്ങനെ വന്നു പോയിക്കോളും, ആ സിറ്റുവേഷൻ ഞാൻ അത് ചെയ്തോളും, അത് അങ്ങനെ മാനേജ് ചെയ്തിട്ടും, അതൊക്കെ വരുന്നോട്ട് വെച്ച് കാണാം. ഈ ഒരു എന്താ പറയാ സ്പിരിറ്റോട് കൂടി പോകുന്ന നിങ്ങൾ ഇങ്ങനെ ഒന്ന് തിരിച്ച് ചിന്തിക്കേണ്ടത് എന്തായാലും നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കോ ഒന്നുമല്ല അതുകൊണ്ടുള്ള മെച്ചവും അതുകൊണ്ടുള്ള നേട്ടവും. ആർക്കാണ്? നമുക്ക് മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ പ്ലാൻ ചെയ്യുക, കരിയർ ഉണ്ടാക്കുക, കരിയറിൽ എത്തുക, ഗോൾ സെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അൾട്ടിമേറ്റ്ലി നമുക്ക് മാത്രം ബെനിഫിറ്റ് ആണ്. അതിന്റെ കൂടെയാണ് ഫാമിലിയും ബാക്കിയുള്ളവരും എല്ലാവരും വരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഓരോ പേരും നമ്മളെ എന്താ പറയാ, അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയൊക്കെ നമുക്ക് വളരെ സുന്ദരമായ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, നല്ല പേരിട്ട് വിളിക്കാം, നല്ല പേരിലൊക്കെ ഉള്ളത്. ഞാനൊരു വേർഡ്, ഒരു ഇംഗ്ലീഷ് വേർഡ് ആണ് HOPE. എന്താണ് HOPE എന്ന് എഴുതി എന്താ വായിക്കുക? വേഗം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ഹോപ്പ് എന്ന് വായിക്കണം. എന്താണ് ഹോപ്പ് എന്ന് പറഞ്ഞ? ഹോപ്പ് എന്താണ്? ഹോപ്പിന്റെ മീനിങ് എന്താ? പ്രതീക്ഷ. എന്താണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ? പ്രതീക്ഷ എന്നാണ് അല്ലെ. ഹോപ്പിന്റെ വേർഡ് മീനിങ് പ്രതീക്ഷ എന്നാണ്. പ്രതീക്ഷ ആവാം, നിങ്ങൾ പ്രതീക്ഷയാവാം. ആരുടെ പ്രതീക്ഷയാവാം എന്ന് പറയുമ്പോൾ അച്ഛന്റെ പ്രതീക്ഷയാണ്, അമ്മന്റെ പ്രതീക്ഷയാണ്, കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. അച്ഛൻ വന്ന് പറയും ഇവൻ എന്റെ പ്രതീക്ഷയാണ് എന്നൊക്കെ പറയും അല്ലെ. അപ്പം ഒക്കെ ആവാം. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മളുടെ തന്നെ പ്രതീക്ഷ എന്നുള്ളതാണ് നമ്മൾക്ക് പ്രതീക്ഷ എന്നുള്ള ഒരു മീനിങ് നിങ്ങൾ അതിന് കാണുകയാണെങ്കിൽ. പക്ഷെ ഞാൻ ആ വാക്കിന് നിങ്ങൾക്ക് കിട്ടുന്ന ആ പേരാണ് നിങ്ങൾക്ക് ഇടുന്നത്. പക്ഷെ അതിന്റെ മീനിങ് പ്രതീക്ഷ എന്നല്ല, അതിന്റെ മീനിങ് ആണ് ഇത്. ആരെ ഒരാൾ ഇതൊന്ന് വായിക്കൂ. ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിംഗ്, അത് കംപ്ലീറ്റ് വായിക്കും. ഹാർഡ് വർക്കിംഗ് ഒളിമ്പിയൻ ഓഫ് പാഷൻ ആൻഡ് എമിനൻസ്. ഇതാണ് ഞാൻ പറയുന്ന ഹോപ്പ്. നിങ്ങൾ ഓരോരുത്തരും ഇതാണ് ഹാർഡ് വർക്കിംഗ് ഒളിമ്പിയൻ ഓഫ് പാഷൻ ആൻഡ് എമിനൻസ്. നിങ്ങളുടെ എമിനൻസ്, പാഷനും എമിനൻസും
ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്ത് അതിനെ ഉപയോഗപ്പെടുത്തി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒളിമ്പ്യനായി മാറാം. മനസ്സിലായോ കാര്യം? നിങ്ങളുടെ പാഷനെയും എമിനൻസിനെയും ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഒളിമ്പ്യനായിട്ട് മാറും. ആ ഹോപ്പാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നിങ്ങളുടെ പാഷനും മാത്രമല്ല എമിനൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ സ്കില്ലും ടാലന്റും അതെല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് എമിനൻസ്. അതിനെ ഉൾപ്പെടുത്തിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന, നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, അതിന്റെ ഒളിമ്പ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാമ്പ്യൻ അല്ലെ? അത് നേടിയെടുത്ത ആള്, അതിന്റെ ഏറ്റവും ഉയർന്ന ജേതാവാണ് ഒളിമ്പ്യൻ എന്ന് പറഞ്ഞാൽ, അതായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും ഇതാണ് ഹോപ്പ്, ഇതാണ് ഇതിന്റെ നിങ്ങളുടെ പേരിന്റെ, നിങ്ങളെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഇട്ട പേരിന്റെ ഒരു ഫുൾ ഫോം. ഈ ഫുൾ ഫോം തന്നെ ആയിരിക്കണം. നിങ്ങൾ ഒന്നും കൂടെ ഓരോന്നിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റം വരുത്താം. ഓരോരുത്തർക്കും ഓരോ പാഷൻ ആവാം, ഓരോ എമിനൻസ് ആവാം. പക്ഷെ അതിനെ ഉപയോഗിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം, ഒളിമ്പ്യൻ ആവും എന്നുള്ള ഒരു എന്താ പറയാ, പ്രതിജ്ഞയും നിശ്ചയത്തോടു കൂടിയൊക്കെ നമ്മൾ മുന്നോട്ട് പോവാം. അപ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ കരിയറിലേക്ക് എത്താൻ പറ്റുക. അല്ലാതെ പാതി വഴി ഇതെല്ലാം പ്ലാനിങ്ങിന്റെ എല്ലാ ഫാക്ടേഴ്സും നോക്കിക്കൊണ്ട് പോയിട്ടും നമുക്ക് അവിടെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഒരു എന്താ പറയാ നെഗ്ലക്ഷൻ കൊണ്ടോ ഹാർഡ് വർക്കിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഹാർഡ് വർക്കും കൂടെ അതിന്റെ കൂടെ വേണം എന്തിനേക്കും എന്നുള്ളത് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി വേറൊരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ ചോദ്യമാണ്. ഇതിന് യെസ് ഓർ നോ ആണോ ആൻസർ? എല്ലാവർക്കും ചാറ്റ് ചെയ്യാം, പറയാം. എന്താണ് ആൻസർ? ഇതിന് നോ ആൻസർ ഉള്ളവരുണ്ടോ? ഉണ്ടോ? ഇല്ല മാഡം, ഇല്ല. ഇതിന് നോ ഇല്ല. ഇതിന് നോ എന്നുള്ള ആൻസർ ഉള്ളവർ പ്രയാസമായിരിക്കും അല്ലെ? എല്ലാം എസ് എന്നാണ് ആൻസർ. എന്തുകൊണ്ടാണ് അത് എസ് എന്നുള്ളത് ഒരു കാരണം വരാൻ കാരണം? എന്തുകൊണ്ടാണ് അത് എസ് ആയത്? അതൊരു ആൻസർ പറഞ്ഞുതരോ നിങ്ങൾ? എസ് ആണ്, എല്ലാവർക്കും എസ് ആയിട്ട്. ഓ, ഡെയിലി ഹാബിറ്റ് ആയതുകൊണ്ട് പറയാ അതന്നെ. അതെ, ഡെയിലി ഹാബിറ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അത് ഓ, കേട്ടില്ല സാർ പറഞ്ഞും കൂടെ പറയും. നമ്മുടെ ഡെയിലി റൂട്ടീൻ ആണല്ലോ അത്. അതെ, അതൊരു ഡെയിലി റുട്ടീൻ ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റൂല നമുക്ക്. ഇനി ഇതോ, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? ഈ കാര്യം ഇതിന് എസ് ആൻസർ ഉള്ളവരുണ്ടോ? 1 2 3 അല്ലാതെ 100 105 പേരും ഇതിന് എസ് ആണോ ആൻസർ? എല്ലാവരും ഉണ്ടാവില്ല. അല്ല. അപ്പം ഒന്നിന് നമ്മൾ അത്ര 100% എസ് ആയിട്ട് ഏത് ഗ്രൂപ്പ് കൊടുത്താലും എസ് ആയിട്ട് ഒരു ആൻസർ വരുന്നു. വേറൊന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നോ എന്നുള്ള ആൻസർ ആണ് കൂടുതൽ പ്രയോറിറ്റൈസ്. പക്ഷേ ആ എസ് ആൻസർ പറയുന്ന ആ കാര്യം പോലെ തന്നെ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചെയ്താൽ അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഗുണം കിട്ടുന്നതോ ആണ് വേറൊരു കാര്യം. നമ്മൾ ഇല്ലേ, എക്സസൈസ് ചെയ്യുക, ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും അതുപോലൊക്കെ തന്നെ വരുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ അതിന് നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ആൻസർ വരുന്നില്ല. അപ്പം എന്താണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് എന്നുള്ളത് അല്ലെ? അത് നമ്മുടെ റുട്ടീന്റെ ഭാഗമായി കഴിഞ്ഞു. ബ്രഷ് നമ്മളൊരു 1-1.5 വയസ്സായപ്പോൾ തന്നെ നമ്മുടെ ബ്രഷിന്റെ തലക്കൽ ഇത്തിരി പേസ്റ്റ് വെച്ച് തന്നിട്ട് ഉപ്പയമ്മോ പറയും പല്ല് തേക്കാൻ പറയും. അങ്ങനെ ഒരു വർഷം 2 വർഷം 1.5 വയസ്സ് 2 വയസ്സ് 2.5 വയസ്സ് 3 വയസ്സ് വരെ എത്തുമ്പോഴേക്കും പിന്നെ ആരും തേച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തന്നെ അന്വേഷിക്കുന്നു, പോയി എടുക്കുന്നു, തേക്കുന്നു. അങ്ങനെ നമ്മുടെ ഭാഗമായി അതേ വേവിൽ തന്നെ നമ്മളെ ഒരു ന്യൂസ് പേപ്പർ വായന മുതൽ നമ്മുടെ കൂടെ നിന്ന് ഒരാൾ ചെയ്തു തന്നിരുന്നെങ്കിൽ, എക്സസൈസ് ഉപ്പ രാവിലെ ചെയ്യുമ്പോൾ നമ്മളെയും എത്തി ചെയ്തു തന്നിരുന്നെങ്കിൽ അതുപോലെ തന്നെ ആവുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ അതിനുവേണ്ടി അതൊരു റുട്ടീനാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അതൊരു ഹാബിറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ, നമ്മളുടെ ഇഷ്ടത്തിനും പാഷനും ആറ്റിറ്റ്യൂഡിനും ഇൻട്രസ്റ്റിനും ടാലന്റും എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു കാര്യം ഈ തരത്തിൽ നമ്മളൊരു റുട്ടീനും കൂടെ ആക്കി മാറ്റാൻ വേണ്ടി ഓരോ പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ റുട്ടീനും കൂടെ അതിനോടൊപ്പം നിങ്ങൾ ആക്കി കഴിഞ്ഞാൽ ആണ് നമുക്ക് കരിയറോ ജോബോ വേറെ അതിന്റെ പാർട്ടോ ഏതായാലും നമുക്ക് എളുപ്പമായിട്ട് മാറുക എന്നുള്ളതും. അല്ലാതെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ബാരിയർ ആയിട്ട് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അതിന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ സിമ്പിൾ ഒരു ഇതുണ്ട്, ആപ്റ്റ്യൂഡ് ബേസ് ചെയ്തുകൊണ്ട്
എന്താണ് അതിനെ എങ്ങനെ പറയാൻ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും എവരിബഡി ഈസ് എ ജീനിയസ്, ബട്ട് ഇഫ് യു ജഡ്ജ് എ ഫിഷ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ക്ലൈംബ് എ ട്രീ, ഇറ്റ് വിൽ ലിവ് ഇറ്റ്സ് ഹോൾ ലൈഫ് ബിലീവിംഗ് ദാറ്റ് ഇറ്റ് ഇസ് സ്റ്റുപ്പിഡ്. നമ്മൾ ഒരു സിമ്പിളായിട്ട്, വളരെ സിമ്പിൾ, ഏറ്റവും ഇതിൽ നിന്നുകൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണിത്. നമ്മളൊരു മീനിനെ പിടിച്ചിട്ട് മരം കയറാൻ വിട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും ആ മരം അതിന് കയറാൻ പറ്റുകയോ എനിക്ക് ഇത് ചെയ്യാൻ പറ്റൂല എന്നല്ല, എന്റെ ലൈഫിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ടായിട്ടാണ് അത് നിൽക്കുക. കാരണം അതിന് പറ്റാത്ത കാര്യമാണ് നമ്മൾ അതിന് ചെയ്തു കൊടുക്കുന്നത്. അതിന് പറ്റാത്ത കോഴ്സും അതിന് പറ്റാത്ത സ്കില്ലും ഒക്കെയാണ് നമ്മൾ അതിന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അത് ഹോൾ ലൈഫിൽ അങ്ങനെ തിരിക്കും. അതേ സ്ഥാനത്ത് ഫിഷിൽ നമ്മൾ എന്ത് ചെയ്യാൻ വിട്ടിരുന്നെങ്കിൽ, വെള്ളത്തിൽ നീന്താൻ വിട്ടിരുന്നെങ്കിൽ ഫിഷ് എന്താവുമായിരുന്നു? ഫസ്റ്റ് അടിച്ച് വരുമായിരുന്നു അല്ലെ? അപ്പൊ എന്താണ്, ഓരോരുത്തർക്കും വേണ്ടത് എന്താണ്, അവനവന് യോജിച്ചത്, അവനവന് പറ്റുന്നത്, അവനവന്റെ ആപ്റ്റിറ്റ്യൂഡ് ഇൻട്രസ്റ്റിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ആ തരത്തിൽ ട്രെൻഡ് അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കോപ്പ് അല്ല, വേറെ എന്തെങ്കിലും ഫാക്ടർ അല്ല, നമ്മളുടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അതിലുണ്ടാവും ട്രെൻഡ്, അതിലുണ്ടാവും സ്കോപ്പ്, അതിനകത്ത് ഉണ്ടാവും ജോലി, അതിനകത്ത് ഉണ്ടാവും സാലറി, അതിനകത്ത് ഉണ്ടാവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാമെന്ന്. അപ്പൊ അങ്ങനെ ഇതാവുമ്പോൾ നമുക്കൊരു എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ള സാധനം തന്നെയാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അതിനെ നമ്മൾ ഗോളിന് സാധാരണ പറയുന്നത് സ്മാർട്ട് ഗോൾസ്. അതിപ്പോ കേൾക്കുമ്പോൾ തന്നെ പറയും, സ്മാർട്ട് ഗോൾസിൽ വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ന്യൂജന് അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്താം. സ്മാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട് എന്നാണ്. അതിനെ കുറെയൊക്കെ നമുക്ക് റിയലിസ്റ്റിക്കിനെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ മാറ്റാം. അതേപോലെ തന്നെ മെഷറബിൾ എന്നുള്ള സാധനത്തിനെ വേണമെങ്കിൽ മാറ്റാം, ഒക്കെ ചെയ്യാം. എന്നിരുന്നാലും ഗോളിന് ഇതിന്റെ ഫാക്ടേഴ്സ് മാറ്റങ്ങൾ ചെറിയ രീതിയിൽ വരുത്താണെങ്കിലും ഈ സ്മാർട്ട് എന്നുള്ള ഈ ഒരു ഇത് അതിന് ആഡ് ചെയ്ത് തന്നെ വേണം ഗോൾ എന്ന് പറയാൻ, അല്ലെ ഗോൾ ഉണ്ടാക്കാൻ. അത് സ്മാർട്ട് ഗോളും ഒരു പ്ലെയിൻ ഗോളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. നമുക്ക് എന്താണ് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റും. എന്താണ് പ്ലെയിൻ ഗോളും അല്ലെങ്കിൽ ഒരു ഗോളും വെറും ഒരു ഗോളും സ്മാർട്ട് ഗോളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാൻ പറ്റും, ഗോൾ ആൻഡ് സ്മാർട്ട് ഗോൾ. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് ഒന്ന് പറഞ്ഞുതരോ? ഒരു ഗോള്, ഒരു സ്മാർട്ട് ഗോൾ. സ്മാർട്ട് വർക്കായിട്ട് പറഞ്ഞാലും പോരെ മാം? സ്മാർട്ട് വർക്കും നോർമൽ വർക്കും ആയിട്ട് പറഞ്ഞാൽ പോരെ? സ്മാർട്ട് വർക്കും നോർമൽ ആയിക്കോട്ടെ, നോക്കാം. മക്കൾക്ക് മനസ്സിലാവോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മളൊരു മരം മുറിക്കുകയാണെങ്കിൽ, നല്ല മൂർച്ചുള്ള ഒരു മഴയെടുത്ത് മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മരം മുറിയും. പക്ഷെ മൂർച്ചയില്ലാത്ത മഴയുണ്ടാണെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നല്ലാതെ എന്താ വെച്ചാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയും ചെയ്യും, എനർജി വേസ്റ്റ് ആവുകയും ചെയ്യും. വെരി ഗുഡ്. അപ്പൊ അത് വർക്ക് സ്മാർട്ട് ഉള്ളതിനെതിരെ അതിപ്പോ നമ്മൾ ഇവരുടെ ഒരു കോണ്ടാക്സിൽ, മക്കളുടെ ഒരു കോണ്ടാക്സിൽ നമുക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ ചിലപ്പം പറഞ്ഞാൽ അവര് അതിനെ ആ തരത്തിൽ തന്നെ എടുക്കണം എന്നില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവർക്കൊന്ന് പറയും, അവർക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഗോളും സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയർ ആവും, അതൊരു ഗോളാണ്. നടക്കാം, നടക്കാതിരിക്കാം. പക്ഷേ സ്മാർട്ട് എങ്ങനെയാണ് ഞാനൊരു എഞ്ചിനീയർ ആവും എന്നുള്ളതിനെ ഒരു സ്മാർട്ട് ഗോളാക്കി നമുക്ക് പറയാൻ പറ്റാം? അതാരെങ്കിലും ഒന്ന് പറഞ്ഞുതരോ? ഒരു എഞ്ചിനീയർ എന്നുള്ളതിനെ നമ്മൾ പറയൂ, സ്മാർട്ട് ഗോൾ ആക്കിയിട്ട് അതിന്റെ ഇത് പറഞ്ഞോളൂ. അതിനുള്ള പ്രിപ്പറേഷൻ ആദ്യം തുടങ്ങുന്നത് സ്മാർട്ട് ഗോൾ. അപ്പൊ അത് സ്മാർട്ട് ഗോൾ ആവും അല്ലെ? ഓക്കെ, അത് ഒന്നും കൂടെ മക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് അത് അത്ര കണ്ട് ക്ലിയർ ആയില്ലെങ്കിൽ എന്താണ് ഞാനൊരു എഞ്ചിനീയർ ആവും എന്നുള്ളത് ഒരു സ്മാർട്ട് ഗോൾ എങ്ങനെ ആക്കാന്ന് പറഞ്ഞാൽ, എനിക്ക് ഫിസിക്സ്, മാത്സ്, കുറച്ചും കൂടെ ടെക്നിക്കൽസ് ആ സൈഡുകളൊക്കെ നല്ല ഇഷ്ടമാണ് എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറയുന്നേയും നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ സയൻസും മാത്സും ഫിസിക്സും വരുന്ന ഒരു സ്ട്രീമും 10ൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുകയും അതിനോടൊപ്പം അതിൽ എഞ്ചിനീയറിംഗിൽ എനിക്ക് കുറച്ചും കൂടെ മെക്കാനിക്സ്, ടെക്നിക്സ് ഒക്കെ കൂടുതൽ വരുന്ന ഏരിയകളാണ് ഇഷ്ടം. അപ്പൊ അതുള്ള ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കുറെ അന്വേഷിക്കും, നമുക്ക് മനസ്സിലാവുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ നമ്മൾ +1 മാത്സും ഫിസിക്സും വരുന്ന സ്ട്രീം എടുക്കുകയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മെക്കാനിക്കലിൽ കുറച്ചും കൂടെ എനിക്ക് ഓട്ടോമൊബൈൽ, മെക്കാനിക്സ്, മെഷീൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് IIT മദ്രാസിൽ പഠിക്കും. എന്നിട്ട് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഫീൽഡുകളിൽ ഏതെങ്കിലും ഉയർന്ന എന്താ പറയാ ഇപ്പോഴത്തെ മഹീന്ദ്രയോ ഏതാ കമ്പനി എന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടെ പുതിയ മോഡൽ ഒക്കെ ഇറക്കുന്ന കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്യും. അതാണ്
എഞ്ചിനീയർ ആവും എന്നുള്ളതിന് പകരം സയൻസിൽ ഫിസിക്സും മാത്സും ഇഷ്ടമായതുകൊണ്ട് ഫിസിക്സും മാത്സും വരുന്ന സ്ട്രീം എടുത്ത് അതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് IIT മദ്രാസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഉയർന്ന ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈനർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് എൻ്റെ ഇതിൽ വെച്ചിട്ട് അതുപോലെ ഒരു പോസ്റ്റിലേക്ക് ഞാൻ കയറും. ഇങ്ങനെ നമ്മൾ ഗോളിനെ സ്മാർട്ട് ആക്കണം. അപ്പൊ നിങ്ങളുടെ ഗോളിനെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ബ്ലാങ്ക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കാര്യങ്ങളായാലും നാളെയും മറ്റന്നാളും ഒക്കെ വരുന്ന കോഴ്സുകളിൽ സബ്ജക്ട്സുകളിലൊക്കെ വരുന്ന കാര്യങ്ങളിൽ വരുന്ന നിങ്ങളുടെ ഏരിയകൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യമൊക്കെ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് സ്മാർട്ടായിട്ട് അതിനെ മെഷറബിൾ ആയിട്ട് മുറിച്ച് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടും ടൈം ബൗണ്ട് ആയിട്ടും ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ അതിനെ ആ ഗോളിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റെപ്പിലും ഞാൻ ഇവിടെ എത്തിയോ അവിടെ എത്തിയോ അതെയോ മെക്കാനിക്കൽ IIT എനിക്ക് കിട്ടുമോ ഇല്ലേ അതിന് ഞാൻ എന്തുകൂടെ ചെയ്യണം കുറച്ചും കൂടെ ഏത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഗോളായിരിക്കണം. അപ്പൊ അതിന് നമുക്ക് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ലെവലിൽ എത്താനുള്ള കാര്യം ഗോൾ സ്മാർട്ട് ആക്കുമ്പോൾ നമുക്ക് വരും. IIT മദ്രാസ് അല്ലെങ്കിൽ NIT കാലിക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ CET തിരുവനന്തപുരം ഉണ്ടാവും, അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻട്രൽ ജാമ്യ മില്ലിയോ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് അവിടെ മെക്കാനിക്കൽ ഉണ്ടാവും. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരും. ഇങ്ങനെ സ്മാർട്ട് ആക്കി ഗോൾ ചെയ്ത് കഴിഞ്ഞാൽ പറയും. അതുപോലെ തന്നെ റെസൊല്യൂഷൻസും ചെറിയ റെസൊല്യൂഷൻസും നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് എടുക്കണം. അല്ലാതെ നേരത്തെ ഗോള് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിയൻ റെസൊല്യൂഷൻസ് പറയുന്നതിന് പകരം പ്രാക്ടിക്കൽ ആയിട്ടുള്ള റെസൊല്യൂഷൻസ് എടുക്കും. നമ്മൾ സാധാരണ എപ്പോഴാണ് റെസൊല്യൂഷൻസ് എടുക്കുക? എടുക്കാം ന്യൂ ഇയറിന്. വെരി ഗുഡ്. ന്യൂ ഇയറിനാണ് നമ്മൾ റെസൊല്യൂഷൻസ് എടുക്കാറുള്ളത് അല്ലെ. പൊതുവെ നമ്മൾ ന്യൂ ഇയറിന് റെസൊല്യൂഷൻസ് എടുക്കും. അപ്പം ഒരു സ്റ്റുഡന്റിന് ഈ ന്യൂ ഇയറിൽ റെസൊല്യൂഷൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസ് നമ്മൾ ന്യൂ ഇയർ എപ്പോഴാണ് ഉണ്ടാവുക? സാധാരണ ഡിസംബർ മാസത്തിലെ ലാസ്റ്റ് ജനുവരി 1 ന്യൂ ഇയർ വരുന്നത്. ആ സമയത്ത് നമ്മൾ എവിടെയായിരിക്കും? ബോർഡ് എക്സാമിനേഷന്റെ തിരക്കില്, എൻട്രൻസ് പ്രിപ്പറേഷന്റെ തിരക്കില്, എൻട്രൻസിന്റെ അപ്ലിക്കേഷന്റെ തിരക്കില്, ഇങ്ങനെയുള്ള സ്റ്റുഡൻസ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആർക്കാണ് ഗുഡ് നൈറ്റ് ഒക്കെ? അൻവർ സാറേ, നമുക്ക് ആർക്കും അല്ലല്ലോ. നമുക്ക് ഗുഡ് നൈറ്റ് ആയില്ലേ, കുറച്ച് സമയം കൂടെ കഴിയണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ എന്താ പറഞ്ഞു വന്ന് റെസൊല്യൂഷൻസിലെ ഞാൻ സ്റ്റുഡൻസിന് കുട്ടികളോട് എപ്പോഴും നമുക്ക് കുട്ടികളാണല്ലോ നമ്മളെ മെയിൻ ഇന്ററാക്ട് ചെയ്യാനുള്ള ആളുകൾ കുട്ടികളാണ്. അപ്പൊ അവരോട് എപ്പോഴും ഞാൻ പറയാം, നിങ്ങൾ വെക്കേഷൻ റെസൊല്യൂഷൻസ്, നിങ്ങളുടെ റെസൊല്യൂഷൻസിന് ന്യൂ ഇയർ റെസൊല്യൂഷൻസിന് പകരം വെക്കേഷൻ റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞ രീതികൾ നിങ്ങൾ കുറച്ച് പ്ലാൻ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും ആ തരത്തിലൊന്ന് പ്ലാൻ ചെയ്യണം. വെക്കേഷൻ റെസൊല്യൂഷൻസ് എന്ന രീതികൾ നിങ്ങൾ റെസൊല്യൂഷൻസ് എടുത്തോളൂ. ഏത് തരത്തിൽ നിങ്ങളുടെ ഹാബിറ്റുമായിട്ട്, റുട്ടീനുമായിട്ട്, സ്റ്റഡിയുമായിട്ട്, പുതിയ ഏതെങ്കിലും സ്കില്ലുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വെക്കേഷൻ റെസൊല്യൂഷൻസ് ആക്കി എടുത്തന്നെ വെക്കേഷനിൽ നമ്മൾ എടുത്ത റെസൊല്യൂഷൻസ് കുറച്ചും കൂടെ നടപ്പിലാക്കാൻ നമ്മളുടെ മുന്നിൽ സമയം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നടപ്പിലാക്കി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൊടുക്കും. അല്ലാതെ ന്യൂ ഇയറിന് ഈ സാധനമൊക്കെ എഴുതി വെച്ച് ഡിസംബർ 31 ഇതൊക്കെ എഴുതി വെച്ച് ജനുവരി 1 ആകെ തിരക്കാണ്. മോഡൽ എക്സാമിനേഷൻ, പ്രാക്ടിക്കൽസ്, അല്ലാത്ത കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ തിരക്കാണ്. ഇത് അതുപോലെ പിറ്റത്തെ ഡിസംബർ 31 അത് കയറിയിട്ട് അടുത്തത് എഴുതുക എന്നുള്ളതിന് പകരം നമ്മുടെ മക്കൾ, നിങ്ങളുടെ മക്കൾ, എൻ്റെ മക്കൾ എന്നുള്ള രീതികളിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെക്കേഷൻ റെസൊല്യൂഷൻസ് എന്നാണ്. അപ്പൊ ഒരു പോയിന്റ് കൂടെ ആയി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വെക്കേഷൻ റെസൊല്യൂഷൻസ് എന്നുള്ള ഒരു ഇതും കൂടെ നിങ്ങൾ എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പം അതാണ് എനിക്കുള്ളത്. പിന്നെ നിങ്ങളുടെ ജനറൽ ഒരു കൺസേൺ ആണ്, AI വന്നാൽ ഇതിലൊന്നും ഒരു സാധ്യതയില്ല, ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, AIക്ക് അങ്ങോട്ട് കൊടുത്താൽ AI ഇങ്ങോട്ട് തരും. അങ്ങനെയല്ല. AI വന്നു എല്ലാത്തിനും സാധ്യത ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഒരു ജോലിയും ഇല്ലാതാവുകയോ നമ്മൾ പഠിക്കുന്നത് അത്ര സമയം കഴിയുമ്പോഴേക്കും അതെല്ലാം മറിഞ്ഞു പോവുകയോ ചെയ്യുന്നില്ല. AI വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ജോലി എടുക്കുകയോ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് സ്കോപ്പ് ഇല്ലാതാവുകയോ ഒരിക്കലും ചെയ്യൂല. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ തിരഞ്ഞെടുത്ത, നിങ്ങൾ എടുത്ത മേഖലകളിൽ AI ഇൻവോൾവ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പൊ AI is not going to take your job. The person who is using AI is going to take your job. AI അല്ല നിങ്ങളുടെ ജോലി എടുക്കുന്നത്. അപ്ഡേറ്റ് ആയിട്ട് വരുന്ന ഏത് ഫീൽഡിലായാലും ആ ഫീൽഡിൽ അപ്ഡേഷൻ വന്ന് അവിടെ എന്താണോ AI ചെയ്യുന്നത് അത് അയാളും കൂടെ ചെയ്ത് അതിനു വേണ്ടിയുള്ള സ്കില്ലുകളും കൂടെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ട സ്കില്ലുകൾ കൂടെ ആർജിച്ചെടുക്കുന്ന ആളുകളാണ് നിങ്ങളുടെ ജോലി എടുക്കാൻ പോകുക. അപ്പൊ ആ ആള് നിങ്ങൾ തന്നെ ആയാൽ നിങ്ങളുടെ എന്ത് മേഖലയിലായാലും നിങ്ങളുടെ ജോലികൾ പോവില്ല, അതിന് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതും ജനറലി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ AI
എന്താണ് ജോലി കളയുന്നതിന് പകരം AI എന്താ ചെയ്യുന്നത്? AI ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് എ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻക്രീസ് ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി. AI നമ്മുടെ ജോലി പോക്കുന്നതിന് പകരം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് AI കൊണ്ടുള്ള ഹെൽപ്പ് വരുന്നത് എന്നും കൂടെ ജനറലി. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് എന്നേക്കാൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, ചെയ്യാം എന്നൊക്കെയുള്ളതാണ്. ഇനി നമുക്ക് പ്ലാനിങ്ങിന് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയും നമ്മൾക്ക് കൺഫ്യൂഷൻ ആണ്, എങ്ങനെയാണ് ഇതൊന്ന് ചെയ്യുക, ഏത് തരത്തിൽ നമുക്ക് ഇതിന് എത്താൻ പറ്റും, ഏത് തരത്തിൽ ഇതിനൊരു കൺക്ലൂഷൻ എത്തിയിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൗ ടു പ്രിപ്പയർ എ കരിയർ പ്ലാൻ എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യും. അതിനു മുമ്പേ ഞാൻ സ്ക്രീനിൽ ഇതൊരു ഇംഗ്ലീഷ് വേർഡാണ്. ഈ വേർഡിനെ ഞാൻ സ്പെല്ലിംഗ് തെറ്റിച്ചിട്ട് ഇവിടെ വെച്ചതാണ്. ഇതിനെ കറക്റ്റ് ഇംഗ്ലീഷ് വേർഡായിട്ട് ആർക്കാണ് ഏറ്റവും ആദ്യം ഫസ്റ്റ് ആയിട്ട് ഇതിനെ പറഞ്ഞുതരാം? ഈ വേർഡ് ഫസ്റ്റ് വേഗം ചാറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഇൻട്രസ്റ്റ്. വെരി ഗുഡ്. വലിയ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ അദ്ദേഹത്തിന്. ആരാ പറഞ്ഞത്? പാരന്റ് ആണോ കുട്ടിയാണോ? പാരന്റ് ആണെന്നാ തോന്നുന്നത്, സൗണ്ട് ഇട്ടിട്ടെങ്കിൽ. ആണോ? പറയൂ. ഓക്കെ, ഇൻട്രസ്റ്റ്. ദെൻ വേറൊരു വേർഡും കൂടെ ഉണ്ട്. ഇതൊരു വേർഡാണ്. ഇതെന്താണ്? ആപ്റ്റിറ്റ്യൂഡ്. വെരി ഗുഡ്. ഒരു ബിഗ് ക്ലാപ്പ് അവൾക്ക്. അത് മോളെ സ്റ്റുഡന്റ് ആണ് അല്ലെ? മോളെ നീ സ്റ്റുഡന്റ് അല്ലേ? അല്ലല്ല, മദറാണ്. ഏ സബ്ജക്ട് മദറാണ്. ഓക്കെ, മോളെ കൂടെ ഇരിക്കുന്ന ആളെ എവിടെ പോയി? ഇല്ലേ? മോളെ കൂടെ ഇല്ലേ? മോളുണ്ട്. അവൻ പറഞ്ഞില്ല എന്താണെന്ന്. അവനെ മോള് പറഞ്ഞു. ഇതോ? സബ്ജക്ട്. സബ്ജക്ട്. വെരി ഗുഡ്. അതെന്തായാലും സ്റ്റുഡന്റ് ആണ് അല്ലേ? നീ എന്നെ വായിച്ചാണോ അമ്മ പറഞ്ഞെന്നാണോ? വെരി ഗുഡ്. ക്ലാപ്പ് കിട്ടിയോ? ഞാൻ തരുന്നുണ്ട് കേട്ടോ, എല്ലാരും തരുന്നുണ്ട്. ഓക്കെ, നേരിൽ കാണുമ്പം മിഠായി കിട്ടും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അത് മൂന്നും ഇതാക്കില്ലേ? ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, സബ്ജക്ട്. ഇതൊക്കെ നമുക്ക് ചെറിയൊരു ഞാൻ അത് ഇട്ടൊന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ഇൻട്രസ്റ്റ് കരിയർ പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട വലിയൊരു ഘടകമാണ്. ആപ്റ്റിറ്റ്യൂഡ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഘടകമാണ് ആപ്റ്റിറ്റ്യൂഡ്. അതേപോലെ തന്നെ സബ്ജക്ട്സ്, നമുക്ക് സബ്ജക്ട്സ് ലൈക്കുകളും കുറച്ച് വേണം. അതൊക്കെ അത് ജസ്റ്റ് അതിന്റെ കൂടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ പറഞ്ഞത് ഫാക്ടേഴ്സിൽ പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് കരിയർ പ്ലാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ അതിനെ പലതരത്തിൽ നമുക്ക് പല ഇതിൽ പറയുമെങ്കിലും ഞാൻ അതിനെ പറയുന്നത് റിഫ്ലക്ട്, റിസർച്ച്, പ്ലാൻ ആൻഡ് ആക്ഷൻ. ഇതാണ് കരിയർ പ്ലാനിങ്ങിന്റെ 4 വഴികൾ. നമ്മൾ റിഫ്ലക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ റിഫ്ലക്ട് ചെയ്തെടുക്കണം, നമ്മളെ അനലൈസ് ചെയ്തെടുക്കണം, നമ്മളെ അറിഞ്ഞെടുക്കണം. അതിനെയാണ് നമ്മൾ റിഫ്ലക്ട് എന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മളെ റിഫ്ലക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? പറയൂ. നമ്മൾ റിസർച്ച് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മളെ റിഫ്ലക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് പറ്റുക? പ്ലാനിങ്ങിന് പറ്റുക, പ്ലാൻ ചെയ്യാൻ പറ്റുക. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. റിഫ്ലക്ട്, റിസർച്ച്, പ്ലാൻ, ആക്ഷൻ. ഇതാണ് നമുക്ക് കരിയർ പ്ലാനിങ്ങിനുള്ള 4 വഴികൾ. പലതരത്തിലുണ്ട്. ഒന്നും കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതായിട്ട് നമുക്ക് വരാം. ഇതാണ് നമ്മുടെ കരിയർ പ്ലാനിങ്ങിലുള്ളത്. അപ്പൊ എന്താണ് റിഫ്ലക്ട് എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ്, നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റിഫ്ലക്റ്റിൽ വരിക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ്, അതിനെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമ്മുടെ സബ്ജക്ട് എന്താണ്, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിലാണ് എന്ത് ആക്ടിവിറ്റിയാണ് നമ്മൾക്ക് കുറച്ചും കൂടെ നല്ല രീതികളിൽ ചെയ്യാൻ പറ്റുക, അതിനെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റണം ഒരു ഫാക്ടറായിട്ട്. ദെൻ എൻവയൺമെന്റ്. നമ്മുടെ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി വരാം, ഫൈനാൻഷ്യൽ വരാം, അതല്ലാത്ത നമ്മുടെ ബാക്കിയുള്ള എന്തെങ്കിലും ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഇത് വന്നത്, അതെല്ലാം നമ്മുടെ എൻവയൺമെന്റ് ഉള്ള ഒരു ഫാക്ടറിയുണ്ട്. അതിനെ ഏത് എൻവയൺമെന്റിലാണ് എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നത്, എവിടെയാണ് ബുദ്ധിമുട്ട്, രണ്ടാമത്തെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓർ എനർജൈസർ. നമുക്ക് എന്താണ്
ഒരു എനർജി കിട്ടുന്ന സാധനം, നമ്മളുടേതായ ഒരു ഇൻപുട്ട് ഇടാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ദെൻ വാല്യൂസ്, സ്കിൽസ്, പേഴ്സണാലിറ്റി ടൈപ്പ്. നമ്മുടെ വാല്യൂസ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഇതൊക്കെ മാച്ച് ചെയ്ത് വരുന്ന ഇത് ഏത് തരത്തിലാണുള്ളത്, ഇതിനെ കുറച്ചും കൂടെ സപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഏത് ഇതിലേക്ക് പോയാലാണ് നമുക്ക് പറ്റുക എന്നുള്ളതും നമ്മൾ ലിസ്റ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ റിഫ്ലക്ട് ഇങ്ങനെ തന്നെ നോട്ടും ബുക്കും പെന്നും എടുത്തു വെച്ച് ഇനിയിപ്പോ ആരും കാണാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കൺക്ലൂഷന്റെ ഒരു വക്കത്തെത്തിയിട്ട് പാരന്റ്സിനെയോ ആരെയാണോ ഉൾപ്പെടുത്തുന്നത് അവരെ ഉൾപ്പെടുത്തും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എന്താണ് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്, എൻവയൺമെന്റ്, ഇൻട്രസ്റ്റ് ഓർ എനർജൈസർ, വാല്യൂസ്, സ്കിൽസ്, പേഴ്സണാലിറ്റി ടൈപ്പ്, ഈ ഫാക്ടേഴ്സിനെ ഒക്കെ നമ്മളെ റിഫ്ലക്ട് ചെയ്യുന്നു. ഇതിനെയൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ എങ്ങനെ ഇവിടെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ദെൻ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇതൊക്കെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാലും കൺഫ്യൂഷൻ ഉണ്ടാവും, നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റൂല. അങ്ങനെ വരുമ്പോൾ നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ടും ഫീസ് അടച്ചിട്ടും അല്ലാതെയും ഒക്കെ കിട്ടാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എന്നിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. സാധാരണ അങ്ങനെയാണ് ഇന്ന് ഒരു പാരന്റ്, ഉപ്പ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്, ഉമ്മ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ കൊമേഴ്സ് ടീച്ചറാണ്. അപ്പൊ അവര് രണ്ടുപേരും അത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു കുട്ടീനെയും കൊണ്ട് അവർ വരികയാണ്. ആ കുട്ടിക്ക് കുറേ കാര്യങ്ങളും കുറേ കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഫൈനലി കൺഫ്യൂഷനാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഫൈനലി പിന്നെയും അതാണോ ഇതാണോ, എനിക്ക് അത് കുറച്ച് കുറവാ, അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് പറഞ്ഞു വരുമ്പം അവിടെ അത് ബ്ലോക്ക് ചെയ്തിട്ടും ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ഫൈനലായിട്ട് പറ്റുന്നത് ആ പറച്ചിലിൽ കൂടെ നമുക്ക് പറ്റൂല. ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്താൽ പറ്റും. പിന്നെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യങ്ങളും പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നീ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് സ്കിൽ ഉണ്ട്, അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്ക് അത് എടുക്കാം. മാത്സ് ബുദ്ധിമുട്ടാണ്, അതാണ് പറയുന്നത്, മാത്സ് ബുദ്ധിമുട്ടാണ് പറയാൻ കാരണം മാത്സ് ഇഷ്ടമാണ്, ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ് മാത്സ് ബുദ്ധിമുട്ട്. അതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. മാത്സ് ആ കുട്ടിക്ക് ഇല്ലായിട്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് വെറുതെ പറഞ്ഞിട്ട് നിനക്ക് മാത്സ് ഉണ്ടാവും, കുഴപ്പമില്ല നീ ചെയ്തോ പറയാൻ പറ്റില്ല. സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് മാത്സ് ന്യൂമറിക്കൽ സ്കിൽ മോനുണ്ട്, ആ ബുദ്ധിമുട്ട് വരുന്നത് പക്ഷെ എന്തെങ്കിലും തരത്തിൽ ഒരു ടീച്ചിങ്ങിന്റെ പ്രശ്നമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബേസിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുമ്പോഴാണ് കുറച്ചും കൂടെ ഇങ്ങനെ നമ്മൾ ഓറലി പറയുന്നതിന് പകരം ഇങ്ങനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ടെസ്റ്റ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഫൈനൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്ത് വന്നിട്ട് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും സൈക്കോമെട്രിക് ടെസ്റ്റുകളെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ നിങ്ങൾ എന്തായാലും ഇതാക്കണം. ഒപ്പം പേഴ്സണാലിറ്റി ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഉദാഹരണമാണ് ഇപ്പൊ നേരത്തെ കേരള സ്റ്റേറ്റിന്റെ KDAT ഉണ്ട്, CBSEയുടെ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പേഴ്സണാലിറ്റികളാണെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ കുറച്ചും കൂടെ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ തന്നെ ഇതൊക്കെ നോക്കാം. റിയാസക്കിന്റെ ടെസ്റ്റ്, അതേപോലെ തന്നെ 16 PFന്റെ ടെസ്റ്റ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. അതൊക്കെ ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് വന്നാലുള്ളൊരു മെച്ചം, കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്നും പഠിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നതോടൊപ്പം നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫൈനലായിട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ റിഫ്ലക്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ റിസർച്ച്. നമ്മളെ റിഫ്ലക്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, എനർജൈസർ കിട്ടി, ആപ്റ്റിറ്റ്യൂഡ് പ്രകാരം നമുക്ക് പോകേണ്ട കാര്യങ്ങൾ കിട്ടി, വാല്യൂ, സ്കിൽസ് ഇതൊക്കെ ഏത് തരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ആ ഏരിയയിൽ പോയാന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെയൊക്കെ മാച്ച് ചെയ്യുന്ന, ഇതിനൊക്കെ യോജിക്കുന്ന കോഴ്സുകൾ എന്താണ്, ആ കോഴ്സ് എവിടെയാണ് കിട്ടുക, ആ കോഴ്സ് എങ്ങനെയാണ് കിട്ടുക, എത്ര രൂപ ചെലവ് വരും, അതിന് ഏതൊക്കെ തരത്തിൽ വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ റിഫ്ലക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കോഴ്സ് ഈ സ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ സബ്ജക്റ്റിനെ ഇഷ്ടം എന്താ പറയാ സോഷ്യൽ സയൻസ് ഇഷ്ടമാണ്, ലാംഗ്വേജ് ഇഷ്ടമാണ് സബ്ജക്റ്റിലേക്ക്, പിന്നെ നമ്മുടെ സ്കില്ല്, ഇൻട്രസ്റ്റ്, എനർജൈസർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടും ഒരു എനർജി ഒക്കെ കിട്ടുന്ന നല്ല രീതികളിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമാണ്, കുറച്ചും കൂടെ റൈറ്റിംഗ്
കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് അതിന്റെ സ്കില്ലോ ടാലന്റോ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വാല്യൂസ് എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ സർവീസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഫുൾഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ വേണം. ഇതൊക്കെയാണ് റിഫ്ലക്ട് ചെയ്ത് വന്നപ്പോൾ ആ കുട്ടിനെ അനലൈസ് ചെയ്ത് നമുക്ക് കിട്ടിയതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ എന്താണെന്ന്, നല്ല കമ്മ്യൂണിക്കേഷൻ വേണ്ടേ, നല്ല ലാംഗ്വേജ് വേണ്ടേ, നല്ല രീതികളിൽ പ്രസന്റ് ചെയ്യണ്ടേ, കുറച്ചും കൂടെ സൊസൈറ്റി മിംഗ്ലിംഗ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കോഴ്സുകൾ, അങ്ങനത്തെ സാധനങ്ങൾ സോഷ്യൽ വർക്ക് ആവാം, മാനേജ്മെന്റ് ആവാം, ടീച്ചിങ് ഹൈ ലെവൽ ടീച്ചിങ് ആവാം, ലോ ആവാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ട കോഴ്സുകൾ ഏതൊക്കെയാണ്? ലോനെ കുറിച്ച് സെർച്ച് ചെയ്ത് വെക്കുന്നു, യൂണിവേഴ്സിറ്റീസ് എവിടെ, കോഴ്സ് എവിടെ, ഫെസിലിറ്റീസ് എന്ത് എക്സാം എഴുതുന്നു, ഒപ്പം മാനേജ്മെന്റ് ഓപ്ഷൻസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് രണ്ടിലും ഇങ്ങനെ 2 ഏരിയകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 ഏരിയകളിലും ഏതിനാണ് റിഫ്ലക്ട് ചെയ്തതിൽ കൂടുതൽ മാർക്ക് കിട്ടുന്നത്, നമ്മൾ മാർക്ക് ഇടുക 10ലോ 5ലോ നമ്മൾ മാർക്ക് വെച്ചിട്ട് എവിടെയാണ് അത് നമ്മൾ ഫൈനലൈസ് ചെയ്യാം. ഇങ്ങനെയുള്ള വർക്ക് ചെയ്ത് നമ്മൾ ഫൈനലൈസ് ചെയ്യും. അപ്പൊ അത് നമ്മുടെ 2ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഏകദേശം ഒക്കെ ഒരായി. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് വന്ന ആൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വെക്കേഷൻ അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചായിരുന്നു. ഒരു നിലക്ക് ഒന്നിനും ഇന്നലെ മുതലേ തുടങ്ങിയ ഉറക്കല്ലാതാവും. അങ്ങനെ തന്നെയാണ് ആ 2 മക്കളും കൂടെ ഒന്നും. ഇന്നലെ മുതലേ തുടങ്ങിയ ഉറക്കല്ല, ഒന്നും ഒരു ഇതായിട്ടില്ല. അതിന് പോകാൻ ഇത് എന്തെങ്കിലുമൊക്കെ പഠിക്കും, ഞാൻ എന്ത് കിട്ടിയാലും ഒക്കെ പഠിച്ചോളും. പക്ഷെ എന്താണ് എനിക്ക് പറ്റിയെന്ന് അറിയുന്നില്ല. ഇങ്ങനത്തെ ഇനിയിപ്പോ നാളെ മുതൽ അതിന്റെ ഒരു ഒഴുക്കാണ് വരാൻ പോണേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ആ പ്ലാൻ ആയി കഴിഞ്ഞു, അല്ല അതിന്റെ ഒരു വക്കിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ. ഇനി നമുക്ക് ഇതിന് ഏതാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ട് ആയിട്ടുള്ളത്, നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാർക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ഏറ്റവും പറ്റിയത്, എനിക്ക് LLBക്ക് പോവാം, അല്ലെങ്കിൽ എനിക്ക് MBAക്ക് ഫൈനൽ പോവാം, അതിനുവേണ്ടി ഞാനിപ്പം BBAയോ BO ഇംഗ്ലീഷോ എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ LLBക്കാണ് പോകുന്നത്, പ്ലാനായി. അല്ലെങ്കിൽ ഞാൻ BBA MBA എന്നുള്ള ഓപ്ഷൻസിനാണ് പോകുന്നത്, പ്ലാൻ ആയിട്ടേ ഉള്ളൂ. അതിനുള്ള ആക്ഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അതിന് എന്താണ്, എങ്ങനെയാണ് ഈ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, റിഫ്ലക്ട്, റിസർച്ച്, പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ആ പ്ലാൻ ബെസ്റ്റ്, പിന്നെ വേണ്ടത് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും ബെസ്റ്റ് കോഴ്സ്, ഏറ്റവും കുറഞ്ഞ ഫീ, ഏറ്റവും ഉയർന്ന സ്ഥാപനത്തിന് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ +1 +2 ഇന്ന സ്ട്രീം എടുക്കണം. അതിനോടൊപ്പം ലോക്ക് വേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ, CLAT, CLAT എന്ന് പറഞ്ഞ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ, ഒപ്പം എനിക്കൊരു ഈ മാനേജ്മെന്റ് ഓപ്ഷൻസും കൂടെ ഉണ്ട്. അതിനുവേണ്ടി IPMAT എന്ന് പറയുന്ന പരീക്ഷ കൂടെ എഴുതണം, എന്നിട്ട് പോകണം. അതാണ് ആക്ഷൻ. അപ്പം ഫസ്റ്റ് നമ്മൾ +2ന്റെ സ്ട്രീം കൊമേഴ്സ് എടുത്തു, അതിന് സ്റ്റാർട്ട് ചെയ്തു. ഒപ്പം ഈ ലോഡ് എൻട്രൻസ് എക്സാമിനേഷനും മാനേജ്മെന്റ് ഓപ്ഷൻസിന്റെ എൻട്രൻസ് എക്സാമിനേഷനും ഉണ്ടോ, അതിൽ ഏത് എക്സാമിനേഷനാണ് കുറച്ചും കൂടെ കോമ്പിറ്റൻസി കൂടുക? ലോന്റെ CLAT നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ലോ കിട്ടണമെങ്കിൽ CLAT, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, അതൊക്കെ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ വരുന്നതിലുണ്ടാവും, അതിലൊക്കെ പറഞ്ഞുതരും. അപ്പം ഇന്ന് ഞാൻ അതിലേക്കൊന്നും പോകാനുള്ള സമയം നമുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ CLAT എന്ന് പറഞ്ഞ എക്സാമിനേഷൻ ഞാൻ അതിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് കുറച്ചും കൂടെ കോമ്പിറ്റൻസി ലെവൽ കൂടി. അപ്പൊ ഈ കോമ്പിറ്റൻസി ലെവൽ കൂടി ഈ പരീക്ഷ ഞാൻ എഴുതും. എനിക്ക് വേണ്ട ബാക്കി BBA എവിടെ കിട്ടാനോ, ഇനിയിപ്പോ അഥവാ ഇത് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള ലോയിലേക്ക് പോകാനുള്ള വേറെ ഓപ്ഷൻ, മാനേജ്മെന്റിലേക്ക് പോകാനുള്ള വേറെ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ BBA കിട്ടാനുള്ള വേറൊരു പരീക്ഷയും കൂടെ എനിക്ക് എഴുതാൻ പറ്റും. ഞാൻ ആക്ഷൻ ഈ സ്ട്രീം എടുക്കുന്നു, ഇതിനു വേണ്ടി കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, 1, 2, 3 പരീക്ഷകൾ എഴുതുന്നു, കുറച്ചും കൂടെ സ്വസ്ഥമായി ഫ്രീ ആയി. ഇനി അങ്ങനെ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഈ പ്ലാൻ അനുസരിച്ചിട്ട് പഠിച്ച് പോയാൽ മതി. ഇതൊരു പ്ലാൻ ആയിട്ടില്ലെങ്കിലോ, അത് പോണോ ഇത് പോണോ, ആ കോച്ചിങ്ങിന് വീട്ടുകാർ കൊണ്ടുപോയി ചേർത്തി, ഇതന്നെയാണോ ഞാൻ പഠിക്കേണ്ടത്, ഇതിനെക്കൊണ്ട് എനിക്ക് വല്ല ആവശ്യമുണ്ടോ, ഈ ചിന്തകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരികയും ആ പഠനത്തിൽ ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുകയും, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ക്യാഷും എല്ലാം അതുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങൾക്ക് കുറെ മെന്റൽ സ്ട്രെസ്സും കുറച്ചും കൂടെ എന്താ പറയാ, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇനി പ്ലാൻ ചെയ്യാൻ നിങ്ങൾ 2-3 ഹോംവർക്കുകൾ ഇന്നോ നാളായിട്ടൊക്കെ ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ നോക്കുന്നതോടൊപ്പം നിങ്ങൾ ബുക്കിൽ എടുത്ത് വെച്ചിട്ട് ഏറ്റവും നിങ്ങൾ എഴുതി വെക്കുക ഈ ചോദ്യം, എനിക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്. അത് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ തന്നെ എഴുതുമ്പോൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് അതിന് എഴുതാൻ പറ്റും. ആ എഴുതി കഴിഞ്ഞതിനെ മതി മറ്റുള്ളവർക്ക്, ഉപ്പാക്കായാലും ഉമ്മാക്കായാലും ആർക്കായാലും കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്തായാലും എഴുതി വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു നല്ല കഴിവായി നിങ്ങൾ മനസ്സിലാക്കിയത്, നേരത്തെ പറഞ്ഞില്ല, ഐൻസ്റ്റീൻ പറഞ്ഞില്ലേ, എവരിബഡി ഈസ് എ ജീനിയസ്.
നമ്മളെല്ലാവരും ജീനിയസ് ആണ്, നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു കഴിവായി നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഒന്നല്ല, എത്രയാണോ നിങ്ങൾക്കുള്ളത്. ഞാൻ നല്ലപോലെ പാട്ട് പാടും, നല്ലപോലെ സംസാരിക്കും, നല്ലപോലെ എഴുതും, ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ആളുകളായിട്ടൊന്നുമല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാൽ കുറേ സമയം ഇരുന്ന് വായിച്ച് ഞാൻ അതിനെ അനലൈസ് ചെയ്ത് ചെയ്യും. ഇതൊരു സ്കില്ലാണ്, ഇതൊരു നെഗറ്റീവ് അല്ല. വീട്ടുകാർ വേണേൽ പറയും ഓൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും എന്നിട്ട് അങ്ങനെ വായിച്ചോളൂ, ഒന്നും ആരോടും പറയില്ല. എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. ഇതിന് വേണ്ട ജോലിയും ഇതിന് വേണ്ട കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ അതൊക്കെ കഴിവിൽപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഇതിനെ നെഗറ്റീവായിട്ടല്ല. ഞാൻ നല്ലപോലെ ഫുട്ബോൾ കളിക്കും, അല്ലെങ്കിൽ എനിക്ക് ആളുകൾക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഓരോ സ്കില്ലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ജോലിയും കഴിവുകളും ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഇത് ഫൈനൽ ഇതിലൊക്കെ വരുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നാളെ മറ്റന്നാളെയൊക്കെ വരുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട ഇതിലൊക്കെ ഇതൊക്കെയാണ് ഞാൻ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കോഴ്സ് നിങ്ങൾക്ക് നേരിട്ട് സിജിയിൽ വന്ന് ചോദിക്കാം. മലപ്പുറം സിജിയിൽ ഞാനുണ്ടാവും, കോഴിക്കോട് സിജിയിൽ ഒരുപാട് വേറെ കൗൺസിലേഴ്സ് 2, 3, 4 പേര് ഒരുപാട് എക്സ്പെർട്ട് ആയുള്ള ആളുകൾ ഉണ്ടാവും. അവിടെയൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചിട്ട് പോവാം. ഫോണിൽ കൂടെ ചോദിക്കാനുള്ള അവസരം, ഓൺലൈനിൽ കൂടെ ചോദിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. എപ്പോഴും കുറച്ചും കൂടെ നമുക്ക് നന്നാവും നേരിട്ട് പോവാൻ പറ്റുകയാണെങ്കിൽ. മലപ്പുറത്ത് സാറ് പറഞ്ഞ പോലെ ഫായ്ദ ടവർ എന്ന് പറഞ്ഞ മലപ്പുറം കുന്നുമ്മലാണ്. കോഴിക്കോട് സിജി, സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ, സോറി. കോഴിക്കോട് അറിയാമായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും. കോഴിക്കോട് ചേവായൂരാണ് ഓഫീസുള്ളത്. ഈ 2 ഓഫീസുകളിലും രാവിലെ 10 മണി മുതൽ, കോഴിക്കോട് മലപ്പുറത്ത് 10 മണി മുതൽ 4 മണി വരെ ഉണ്ടാവുള്ളൂ. കോഴിക്കോട് 9:30 മണി മുതൽ 5 മണി വരെ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ വേറെ ആരെങ്കിലുമായിട്ടോ കസിൻ സിസ്റ്റേഴ്സുമായിട്ടോ ഫാദറും മദറുമായിട്ടോ ഒക്കെ വന്നിട്ട് ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും തീർത്ത് കൃത്യമായിട്ട് പ്ലാനൊക്കെ ഉണ്ടാക്കി പോകാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ മൂന്നാമത്തെ ഒരു ചോദ്യവും അതിന്റെ ഉത്തരം, ഭാവിയിൽ എന്ത് അല്ലെങ്കിൽ ആരെ പോലെ ആകാനാണ് ഇഷ്ടം? എന്തുമാവാം. നിങ്ങൾക്ക് ആളെ പേര് എഴുതാം. ആളെ പേര് എന്ന് പറഞ്ഞാൽ ജോലിന്റെ പേര് എഴുതാം, റോൾ മോഡൽ ആയിട്ടുള്ള ആരെങ്കിലും ആളുണ്ടെങ്കിൽ അയാളെ പേര് എഴുതാം, സ്ഥാപനത്തിന്റെ പേര് എഴുതാം, സബ്ജക്റ്റിന്റെ പേര് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ട വേറൊരു ഗ്രൗണ്ട് വർക്കുകൾ അതിനു വേണ്ടി. ഇനി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, ബ്ലൈൻഡ് ആയിട്ട് ആശ്രയിക്കേണ്ടാത്ത ഒരു 4 എൻഡുകളുണ്ട്. അതിനെ 4 എൻഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എന്റെ മാത്രം ഭാഷയാണ് കേട്ടോ, വേറെ എവിടെയും പറ്റൂല, കാണാൻ പറ്റൂല നിങ്ങൾക്ക്. ഞാൻ മാത്രം ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഫ്രണ്ട്, ട്രെൻഡ്, ഏജന്റ്, പാരന്റ്. ഇവര് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആവാൻ പാടില്ല. ഇവരെ മാത്രം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോഴ്സോ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ഏരിയയോ സെലക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു കൺക്ലൂഷനിൽ എത്താൻ കാരണം എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ പോയിട്ട് ഞാൻ അങ്ങനെ ആയി. ഫ്രണ്ടിനോടൊപ്പം ഞാൻ പോയി, ഞാൻ ഇങ്ങനെ ആയി. അന്ന് ആ ട്രെൻഡിനോടൊപ്പം പോയി ഞാൻ ഇങ്ങനെ ആയി. ഏജന്റ് പറഞ്ഞു, ഞാൻ ചേർന്നു, 3ാമത്തെ കൊല്ലാണ്, ഫീസും പോയി പൈസയും പോയി, അത് പോയാലും വേണ്ടിയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പാരന്റ് പറഞ്ഞു, ഞാൻ പോയി. അത് അന്ന് എനിക്ക് മടുത്ത് പറയാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് അന്നേ മറുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരുടെ കാശും അവരുടെ പ്രതീക്ഷയും ഒക്കെയാണ് എന്നിലുണ്ടായിരുന്നത്. ആ കളഞ്ഞു എന്നുള്ള ഒരു സ്ട്രെസ് വേറെയും, എനിക്ക് ഒട്ടും ആവശ്യമില്ലാത്ത സാധനം ഞാൻ ആർക്കോ വേണ്ടി വെറുതെ ചെയ്യുന്നു എന്നുള്ള ഒരു ടെൻഷനും. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വരുന്ന എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാൻ ഈ 4 പേരെയും എടുത്തത്. അപ്പം ഈ 4 പേര് ആവരുത് എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട്സിലെ നമ്മുടെ സാധാരണ നമ്മൾ കാണും, അവന്റെ ഫ്രണ്ട് പോകുന്നുണ്ട് ബാംഗ്ലൂര്, ഫ്രണ്ട് പോകുന്നുണ്ട് കോയമ്പത്തൂര്, ആ കോഴ്സിനാണ് അവനക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ എന്ത് കോഴ്സ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പൊ അവനോട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് അതന്നെ മതി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ എന്ത് ഇതുണ്ട് നിനക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം, അത് ഫ്രണ്ടിന് അത് പറ്റും, അവന്റെ കാര്യങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ നിനക്ക് അത് അവിടെയല്ല പ്രശ്നം, പറ്റുക വേറെ കോഴ്സുകളാണ്. ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തുടരാം എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ ഇൻഫ്ലുവൻസർ ആയിട്ട് എടുക്കാതിരിക്കുക. അതല്ല ഒരുപോലെ പറ്റുന്നില്ല, നിങ്ങളുടെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ നോക്കി, കരിയർ പ്ലാനിംഗ് ഒക്കെ നോക്കി പറ്റുകയാണെങ്കിൽ ഫ്രണ്ടിനൊപ്പം പോകുന്നതിൽ തെറ്റൂല. ദെൻ ട്രെൻഡ്, എങ്ങനെയാണ് ട്രെൻഡ് ഇൻഫ്ലുവൻസർ ആവുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോപ്പ്, ട്രെൻഡ് എന്നൊക്കെ പറയാം. AI-ക്കാണ് ട്രെൻഡ്, ഡാറ്റാ സയൻസിനാണ് ട്രെൻഡ്, ഡാറ്റാ അനാലിസിനാണ് ട്രെൻഡ്. വേറെ ഒരു പണിയും ഇവിടെ ഇല്ല, വേറെ ഒരു ജോലിയില്ല. എന്നാൽ മാത്സിൽ നല്ലൊരു റീസണിങ്ങോ ലോജിക്കോ ഉണ്ടോ? IT ഫീൽഡുകളിൽ ചെയ്യാനുള്ള കുറച്ചും കൂടെ കോഡിങ് ചെയ്യാനുള്ള സ്കില്ലുകൾ ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ തിങ്കിങ് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ആ ഏരിയകളൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലോ വേണ്ടത് ഇതാണ്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ആൾക്ക് എന്തെങ്കിലും ആ കോഴ്സ് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ട്രെൻഡിനൊപ്പോഴും നമ്മൾ പോകുന്നത് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ നോക്കിയിട്ടാണ് പോകേണ്ടത്. ദെൻ ഏജന്റ് എങ്ങനെയാണ്
ഇൻഫ്ലുവൻസർ ആണ്. നമ്മളൊരു കോഴ്സിന് ഭയങ്കര സ്കോപ്പാന്ന് പറഞ്ഞൊരു കോഴ്സിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് മാർക്ക് കുറവായിരുന്നു +2. അങ്ങനെ നോക്കി എവിടെയും സീറ്റ് ഇല്ല, ഒന്നുമില്ല. അവസാനമാണ് ദൈവദൂതനെ പോലെ ഏജന്റ് നമ്മുടെ മുന്നിൽ വന്ന് വീഴുന്നത്. എനിക്ക് ഇന്ന കോഴ്സ് വേണമെന്ന് പറഞ്ഞ ഉടനെ പറയുന്നു, ഇന്ന ബാംഗ്ലൂര്, കോയമ്പത്തൂര്, മൈസൂര്, മംഗലാപുരം ഇന്ന കോളേജിൽ നീ പറഞ്ഞ കോഴ്സ് ഉണ്ട്, അടിപൊളിയാണ്, ഞാൻ ഇപ്പം നിന്നെ കൊണ്ടുപോയി ചേർത്ത് തരാന്ന് പറഞ്ഞാൽ അയാളാണ് അന്നേരത്തെ നമ്മളെ ദൈവമല്ലേ. നമ്മൾ അത്രയും ടെൻഷൻ അനുഭവിക്കുമ്പോൾ ആണ് അമ്മയും അച്ഛനും എന്താ വിചാരിക്കാവൂ, എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇതായിരുന്നു, ഇനിയിപ്പോൾ ഒരു സമാധാനം ആയാലും എനിക്കും സമാധാനത്തോടും ഇരിക്കാലോ, ഏജന്റ് പറഞ്ഞ കോഴ്സിന് കൊണ്ടുപോയി ചേർത്താം. അങ്ങനെ കൊണ്ടുപോയി ചേർത്തുന്നു. 1-2 വർഷം കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെയാണ് പോകുന്നത്, തിരിച്ചു വരുന്നു. അപ്പൊ അതും നമ്മൾ എടുക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ഏജന്റിനെ എടുക്കേണ്ടെന്നല്ല, നല്ല ഏജന്റുമാരൊക്കെ എടുക്കാം, നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഒക്കെ പരിഗണിച്ചിട്ട് വേണം. ദെൻ പാരൻസ് ചില പാരൻസ് അവർക്ക് അറിയുന്ന കുറച്ച് കരിയറുകളോ അവർ ഇടപെട്ട കുറച്ച് ഫീൽഡുകളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആ ഏരിയ അയാളുടെ മോന് അങ്ങനെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാരൻസ് പറയുന്നുണ്ട്. നിങ്ങൾ അതിനെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ കയറി കഴിയും. അതിനെ മറുത്ത് പറയാതിരിക്കുകയും ചെയ്യുകയും മാത്രം പോവുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും ഇങ്ങനെയൊക്കെ പറയുന്നു. നിങ്ങളൊരു വഴി പറഞ്ഞു തന്നാൽ അവിടേക്ക് വിടാൻ തന്നെയാണ് ഇന്ന് എല്ലാ പാരന്റ്സും ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇത്രയും ഫാക്ടേഴ്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഇവരെ ഒന്നും ഉപയോഗിക്കേണ്ട, പിന്നെ എന്താ ചെയ്യേണ്ട എന്നുള്ളതിന് ആൻസർ നമ്മളിപ്പോ മുകളിൽ പറഞ്ഞു അല്ലെ. എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടെ ആ കാര്യങ്ങളെ ഒന്നും കൂടെ ഇനിയും ഞാൻ എൻ്റെ ഒരു വഴിയിൽ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ജനറൽ പറയുന്ന വഴിയാകുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയണം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ റിഫ്ലക്ട് എന്ന് പറഞ്ഞ സാധനം അറിയണം. ഇതൊക്കെ ഒറ്റക്കൊരു പേപ്പറിൽ ഇരുന്ന് ചെയ്യണം, ഒക്കെ ചോദിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം പിന്നെ ആരെയാണ് നമ്മൾ ഇതിലേക്കൊക്കെ കൂട്ടുപിടിക്കേണ്ട ആളുകൾ? ഒന്ന് ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ടീച്ചർ, ഞാൻ ഇങ്ങനെയൊക്കെ അന്ന ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി, എങ്ങനെ ഉണ്ടാവും? ടീച്ചറിന്റെ അഭിപ്രായം എന്താ? എനിക്കത് പറ്റുമോ? അപ്പൊ ടീച്ചർ പറയും, എടാ നിനക്ക് ആ സ്കില്ല് ഉണ്ടല്ലോ, പറ്റും, അല്ലെ നീ അങ്ങനെ ചെയ്യുന്ന ആളിനോട് അത് വേണ്ട, മറ്റേതൊന്ന് മാറ്റി പിടിച്ച് നോക്കുക എന്നുള്ളൊരു സജഷൻ നമുക്ക് അവിടെ കിട്ടും. അത് മുഴുവൻ എടുക്കാനല്ല, പക്ഷെ കിട്ടുമ്പോൾ നമുക്ക് ഒന്നും കൂടെ റീതിങ്ക് ചെയ്യാണ്ടാവും. പാരന്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഗൈഡ്, മെന്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാം. കരിയർ എക്സ്പേർട്സ് ആൻഡ് സയന്റിഫിക് ടെസ്റ്റുകൾ, ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. ദെൻ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി വരുന്നത്, ഇനി നാളെ മറ്റന്നാളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കരിയർ എടുത്ത് നിങ്ങൾക്ക് പോകണം. ഇതിനെ മാച്ച് ചെയ്ത് പറ്റുന്ന ഡിഫറെന്റ് കരിയർ ഓപ്ഷൻസുകൾ എന്താണ്? ഇന്ന് നമുക്ക് കുറെ ഓപ്ഷൻസുകൾ ഉണ്ട് അല്ലെ. ഡാറ്റ സയന്റിസ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗെയിം ഡെവലപ്പർ, UI/UX ഡിസൈനർ, ഇതൊക്കെ ഭയങ്കര സ്കോപ്പാന്ന് പറയുന്ന ഏരിയകളിൽ പെടുന്ന സാധനങ്ങൾ. ആക്ടർ, പൈലറ്റ്, ഡോക്ടർ, എഞ്ചിനീയർ, സയന്റിസ്റ്റ്, ടീച്ചർ, ഷെഫ്, ഡിസൈനർ, ആസ്ട്രോനോട്ട്, നഴ്സ്, കൗൺസിലർ വരുന്ന ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന കരിയറുകളെയൊക്കെ നിങ്ങൾ അറിയാം. ആ കരിയറുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലായിട്ട് ടെസ്റ്റും കൂടെ, സൈക്കോമെട്രിക് ടെസ്റ്റുകളും കൂടെ ചെയ്യുന്ന ഇപ്പോൾ ഓരോരുത്തർക്കും എതിർക്കാൻ പറ്റും. ഈ ഫാക്ടേഴ്സുകളെല്ലാം കളിയായിട്ട് എടുക്കേണ്ടതോ അല്ലെങ്കിൽ ഊർജനായിട്ട് എടുക്കേണ്ടതോ അല്ല, എല്ലാം അതാത് സമയങ്ങളിലേക്ക് തന്നെ വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റിഫ്ലക്ട്, റിസർച്ച്, പ്ലാൻ, ആക്ഷൻ, അതിനെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ നോ യുവർസെൽഫ്, എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റീസ്, ഡിസൈഡ് വാട്ട് ടു ഡു, ടേക്ക് ആക്ഷൻ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, വേരിയസ് ഓപ്ഷൻസ് ഒന്നും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ടെസ്റ്റുകളെ ചെയ്യാൻ വേണ്ടി ആശ്രയിക്കുന്ന കുറച്ചുകൂടെ വെബ്സൈറ്റുകൾ, CGയുടെ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, CDAT. ഒബ്വിയസ്ലി CDAT മറ്റ് ടെസ്റ്റുകളിൽ നിന്നും CDATന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതികളിൽ നിങ്ങളുടെ കിട്ടിയ ടെസ്റ്റിനെ ബേസ് ചെയ്ത് കിട്ടുന്ന പെർസെൻറ്റേജ് സ്കോറിനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ടാലന്റും ഒപ്പം നിങ്ങൾ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഏരിയകളും പറഞ്ഞു തന്നിട്ട് അതിന് പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകളും അതിന് വേണ്ടിയിട്ടുള്ള കരിയറുകളും അതിന് വേണ്ടിയുള്ള പരീക്ഷകളും എല്ലാ കാര്യങ്ങളും ആയിരിക്കും അവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ½ hour കൗൺസിലിംഗ് കൂടെ തരും. cgcareer.com എന്ന വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിനു വേണ്ടി CDATന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമ്മൾ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കരിയർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. അവസാനമാകുമ്പോൾ അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് വെറുതെ പോകില്ല. അപ്പൊ നമ്മുടെ കരിയർ എപ്പോഴും ബൈ ചോയ്സ് ആവണം, നോട്ട് ബൈ ചാൻസ്. ബൈ ചോയ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബൈ ചോയ്സ്? നമ്മൾ ആഫ്റ്റർ നമ്മുടെ സബ്ജക്റ്റിന് ശേഷം ഞാൻ എന്താവും, ഞാൻ എവിടെ എത്തും, അല്ലെങ്കിൽ ഞാൻ എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, അതിന് വേണമെങ്കിൽ ബ്രേക്ക് എടുത്തുകൊണ്ടാവാം, കണ്ടിന്യൂസ് ആയിട്ടാവാം. ആ തരത്തിൽ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് ചോയ്സ് എന്ന് പറയാം. ബൈ ചാൻസ് എന്ന് പറഞ്ഞാലോ എങ്ങനെയായിരിക്കും?
ഫുൾ A+ കൊണ്ട് സയൻസ്, അല്ലെങ്കിൽ സയൻസ് ഇഷ്ടമായവനെ കുറച്ച് മാർക്ക് കുറഞ്ഞത് കൊണ്ട് ഹ്യൂമാനിറ്റീസ്, എന്തിനേക്കും പോവാം എന്ന് പറഞ്ഞുകൊണ്ട് സയൻസ്, അങ്ങനെ അല്ലെങ്കിൽ സയൻസിൽ ഒരു കാര്യവും ചെയ്യാൻ ഇല്ല അതുകൊണ്ട് കൊമേഴ്സ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ആയിരിക്കരുത്. നോക്കി അതൊക്കെ ചാൻസ് വഴി നമ്മൾ എടുക്കുന്ന ഓപ്ഷൻസുകളായിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട്, ഇതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ടായിരിക്കും ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ചെയ്തു വരുമ്പം അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ ആ തരത്തിലൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഞാൻ വെക്കേഷൻ റെസൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. ഈ 2 മാസം റീഡിങ്ങുമായി ബന്ധപ്പെട്ട്, സ്കിൽ ഡെവലപ്പുമായി എന്തെങ്കിലും സ്കില്ലുകളുമായി ബന്ധപ്പെട്ട്, റുട്ടീനുമായി ബന്ധപ്പെട്ട്, ഹാബിറ്റുമായി ബന്ധപ്പെട്ട്, ഫുഡുമായി ബന്ധപ്പെട്ട് ഒക്കെ പുതിയ ഒരു റെസൊല്യൂഷൻ. ഞാൻ ഈ വെക്കേഷനിൽ 2 ബുക്കുകൾ വായിക്കും. റീഡിങ് സ്കിൽ എനിക്ക് ഇത്തിരി കുറവാണ്. അപ്പൊ 2 ബുക്ക് ഈ 2 മാസം കൊണ്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് എനിക്ക് ഇങ്ങനെ ഈ കഥ ബുക്ക് വായിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടല്ല, റീഡിങ് സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാലും പഠനത്തിലേക്കും പറ്റും. ഹാബിറ്റ്, നേരത്തെ എണീക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കില്ല, അത് ഞാൻ കുറച്ചും കൂടെ ഈ 2 മാസം കൊണ്ട് പതുക്കെ ഒന്ന് എണീറ്റ് ശ്രമിക്കാൻ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് കുറവാണ്. ജങ്ക് ഫുഡ് മാത്രമേ എനിക്ക് പറ്റുള്ളൂ, വെജിറ്റേറിയൻ ഒന്നും പറ്റൂല, ഉപ്പേരിയൊന്നും പറ്റില്ല. കുറേശ്ശെ ഈ സമയത്ത് ഞാൻ അതൊക്കെ കഴിച്ചു പഠിക്കും, എന്നിട്ട് ചെയ്യും. ട്രാവലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ടൂർ പോകുമ്പോൾ ഈ 2 മാസം എനിക്ക് പറയാനുള്ളത്, എവിടെ ടൂർ പോവുകയാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പഠനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് വിസിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിസിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾക്ക് പോകുന്ന സ്ഥലത്ത് എന്താണോ നമ്മുടെ നേരത്തെ നമ്മൾ ചോദിച്ചില്ല, നമ്മുടെ ഇൻട്രസ്റ്റും എനർജൈസും നോക്കിയില്ലേ, അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത്, അല്ലെ അച്ഛൻ പറഞ്ഞ സ്ഥലത്ത് നേരെ പോകുന്നു വേണം. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്താണ് പോകുന്നത് വിചാരിച്ചു. തിരുവനന്തപുരത്ത് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, സെക്രട്ടേറിയറ്റ് നമുക്ക് കാണാമല്ലേ, ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഭരണവും നിർവഹണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട്, എങ്ങനെയാണ്, ഒന്നുകിൽ അതിന്റെ ആസ്ഥാനമെങ്കിലും നമുക്ക് കണ്ടുപോരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. സയൻസിൽ നല്ല താല്പര്യമുള്ള കുട്ടികൾക്ക് അവിടെ ഒന്ന് എങ്ങനെയെങ്കിലും തരത്തിൽ പോവാനോ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാനോ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടോ എന്ന് ട്രൈ ചെയ്യാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് IIST എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, അവിടെ വേണേ പോവാം. അതേപോലെ തന്നെ ഹൈദരാബാദോ ബാംഗ്ലൂർ, ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളുടെ ട്രിപ്പിൽ ഉണ്ടാവും. എവിടെ പോയാലും അവിടെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കൂടെ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു കരിയറിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കരിയറും നല്ലൊരു ഫീൽഡിലേക്കും എത്താനും, അവിടെ എക്സൽ ചെയ്തിട്ട് സൊസൈറ്റിക്ക്, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും ചെയ്യുന്നതിനപ്പുറം സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ ഒരു ഒരു ഫുട് പ്രിന്റ് നിങ്ങളുടേതായിട്ട് ഉണ്ടാക്കി വെക്കുന്ന നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. അങ്ങനെയൊക്കെ പറ്റട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു കരിയറും ഫ്യൂച്ചറും ഒക്കെ ആശംസിച്ചുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ വിട വാങ്ങുന്നു. Thank you all.